നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം ആയില്യം നക്ഷത്രക്കാരുടെ തിരുവോണ വർഷഫലമാണ്. അതായത് കൊല്ലവർഷം 1201 ആണ്ട്. കൃത്യമായി പറഞ്ഞാൽ 2025 സെപ്റ്റംബർ 1 മുതൽ 2026 ഓഗസ്റ്റ് മാസം വരെയുള്ള ഫലങ്ങളാണ്. അപ്പോൾ ഫലങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു അറിയിപ്പ് കൂടിയുണ്ട്. നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഇവിടെ നമ്മൾ ഫലങ്ങൾ മാത്രമല്ല പറയുന്നത്, നിങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിച്ച് ഓരോ മാസവും പോകേണ്ടതെന്നും ആ മാസം അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നേടാൻ കഴിയുന്നതാണ്. അപ്പോൾ നമുക്ക് ഫലത്തിലേക്ക് തന്നെ കടക്കാം. ആയില്യം നക്ഷത്രക്കാരുടെ സെപ്റ്റംബർ മാസം എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ അനുഭവത്തിന്റെ വെളിച്ചത്തിലൊക്കെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരു മാസമാണ് സെപ്റ്റംബർ മാസം. കടം കൊടുത്ത സംഖ്യയൊക്കെ തിരിച്ചു ലഭിക്കുന്ന ഒരു മാസം കൂടിയാണ് സെപ്റ്റംബർ മാസം. പദ്ധതി ആസൂത്രണങ്ങളൊക്കെ ചെയ്യുന്നതിൽ അതിലെല്ലാം വിജയം കൈവരിക്കുന്നതാണ്. വാക്കും പ്രവൃത്തിയും എല്ലാം നിങ്ങളുടെ ഫലപ്രദമാകുന്ന ഒരു മാസമാണ്. വ്യാപാര, വിപണന, വിതരണ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ ആശയങ്ങളൊക്കെ അവലംബിക്കുവാനും പ്രവർത്തന സജ്ജമാകാനുമുള്ള സാഹചര്യമൊക്കെ ഉണ്ടാകുന്നതാണ്. വ്യക്തി താല്പര്യം പരമാവധി പ്രയോജനപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സത്കീർത്തിയൊക്കെ ഉണ്ടാവുന്നതാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചും അനുകൂലമായിട്ടുള്ള മാസമാണ്. പരീക്ഷാദി കാര്യങ്ങളിലൊക്കെ വിജയം കരസ്ഥമാക്കാൻ കഴിയുന്നതാണ്. തിരുവോണ വർഷഫലത്തിലെ ആദ്യ മാസഫലം, അതായത് സെപ്റ്റംബർ മാസഫലം ആയില്യം നക്ഷത്രക്കാർക്ക് അനുകൂലമായിട്ടാണ് കാണുന്നത്. സെപ്റ്റംബർ 1, 5, 9, 12, 14, 17, 21, 23 തീയതികൾ വളരെ ശുഭകരമാണ്. ഈ തീയതികളിൽ നിങ്ങൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. തീർച്ചയായിട്ടും അത് വിജയത്തിലെത്തുന്നതാണ്. കൂടാതെ നിങ്ങൾ ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ ഉചിതമായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ സെപ്റ്റംബർ മാസം എല്ലാ സൗഭാഗ്യങ്ങളും ഉള്ള മാസമാണ്. ഒക്ടോബർ മാസത്തിലേക്ക് എത്തുമ്പോൾ ആയില്യം നക്ഷത്രക്കാരുടെ ഫലം എടുക്കുകയാണെങ്കിൽ പല വിധത്തിലുള്ള കർമ്മമണ്ഡലങ്ങളിൽ നിങ്ങൾ പ്രവർത്തിക്കുന്നതിനാല് കുടുംബാംഗങ്ങളുടെ കാര്യത്തില് ശ്രദ്ധ കുറയാനൊക്കെ ഇടയുണ്ട്. മാതാപിതാക്കളുടെയും ജീവിത പങ്കാളിയുടെയും ഒക്കെ സഹകരണങ്ങള് മനസ്സിന്റെ ആശ്വാസത്തിന് വഴിയൊരുക്കുന്നതാണ്. കൂടാതെ പുതിയ പരീക്ഷണ നിരീക്ഷണങ്ങളൊക്കെ നിങ്ങൾ മാറ്റിവെക്കുന്നത് ഈ മാസം നല്ലതായിരിക്കും. കാരണം നിങ്ങൾ പുതിയ എന്തെങ്കിലും സംരംഭമോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ പരീക്ഷണാടിസ്ഥാനത്തില് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒക്ടോബർ മാസം അതിനെ പറ്റിയൊരു മാസമല്ല. അതൊന്ന് നീക്കി മുന്നോട്ട് വയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും. നിങ്ങൾക്ക് ജോലിഭാരം സ്വല്പം കൂടുന്ന ഒരു മാസം കൂടിയാണ്. ചില അവധി ദിവസങ്ങളിലൊക്കെ ജോലി ചെയ്യേണ്ടി വരും. നിങ്ങളുടെ ബിസിനസ് ആണെങ്കിലും നിങ്ങൾ അവധി ദിവസങ്ങളൊക്കെ നിങ്ങൾ പ്രവർത്തിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് ചില അബദ്ധധാരണകൾ ഉണ്ടായിരുന്നതൊക്കെ ആധ്യാത്മിക പ്രഭാഷണങ്ങളൊക്കെ കേൾക്കുന്നത് വഴി ആ ചിന്തകളിൽ നിന്നൊക്കെ ഒരു മോചനം ഉണ്ടാകുന്നതാണ്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് സഹകരിക്കാനും സമാന മനസ്കരെ ഉൾക്കൊള്ളുവാനുമുള്ള ഒരു അവസരമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. നിങ്ങൾ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം, അവഗണിക്കപ്പെട്ട് കിടന്ന ഒരു വിഷയം നിങ്ങൾക്ക് വേണ്ടി അത് പരിഗണിക്കപ്പെടുന്നതിൽ നിങ്ങൾക്ക് ആശ്വാസമൊക്കെ ഉണ്ടാവുന്നതാണ്. എല്ലാ കാര്യങ്ങളിലും ക്ഷമയും വിനയവും ആത്മസംയമനവും നിങ്ങൾ പാലിക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ അബദ്ധത്തിലൊക്കെ ചെന്ന് ചാടുന്നതാണ്. അതിനെ അതിജീവിക്കാനായിട്ട് ഈ ക്ഷമ, ആത്മസംയമനമൊക്കെ ഒന്ന് പാലിക്കേണ്ടതാണ്. അതായത് ഒക്ടോബർ മാസം നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് മേന്മയുണ്ട്. ജോലി സംബന്ധമായിട്ട് ചില ജോലിഭാരമൊക്കെ കൂടുന്നുണ്ട്. കൂടാതെ നിങ്ങൾക്ക് മറ്റൊരു കാര്യം വരാൻ പോകുന്നത്, ചില അബദ്ധങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അത് വാക്കാലും പ്രവൃത്തിയാലുമാണ്. അതുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ അത് വ്യക്തമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഇല്ല എങ്കിൽ അത് വലിയൊരു അബദ്ധത്തിനായിരിക്കും വഴിയൊരുക്കുന്നത്. കൂടാതെ ചെറിയ ശത്രുശല്യമൊക്കെയുള്ള ഒരു മാസമാണ്. അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഒക്ടോബർ 3, 4, 7, 9, 12, 20 തീയതികൾ വളരെ ശുഭകരമാണ്. ഈ മാസം ശിവ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നല്ലതായിരിക്കും. നവംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ ആയില്യം നക്ഷത്രക്കാരുടെ ഫലം എടുക്കുകയാണെങ്കിൽ കുടുംബത്തിലെ ചില കാര്യങ്ങൾ കൊണ്ട് സ്വൈര്യം അല്പം കുറയാനിടയുണ്ട്. മാറി താമസിക്കുവാനൊക്കെയുള്ള ഒരു തീരുമാനം എടുക്കാനുള്ള സാധ്യതയുണ്ട്. എല്ലാം ആലോചിച്ച് ചെയ്യേണ്ടതാണ്. കൂടുതലും വിവാഹിതർക്കാണ് ഇങ്ങനെയൊരു അനുഭവം വരുന്നത്. മാതാപിതാക്കളും അല്ലെങ്കിൽ കൂട്ടുകുടുംബവും ഒക്കെ ആയിട്ട് കഴിയുന്ന ആളുകൾക്ക് ഒന്ന് മാറി താമസിക്കേണ്ടതായിട്ടുള്ള ഒരു അവസരമൊക്കെ വരുന്നുണ്ട്.
അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കൊക്കെ ആണെങ്കിലും അവരുടെ പഠന വിഷയത്തിലൊക്കെ ഒരു വ്യത്യാസം കാണുന്നുണ്ട്. ഈ സമയത്ത് ചെറിയ മാനസിക സംഘർഷങ്ങളൊക്കെ ഉണ്ടാകും. കൂടാതെ നിങ്ങൾ മാറി താമസിക്കുന്നവരാണെങ്കിൽ മാതാപിതാക്കൾ മൂലം ചിലപ്പോൾ നിങ്ങൾ സ്വഗ്രഹത്തിലേക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അവര് ഒരു സമാധാനം തരത്തില്ലാത്ത ഒരു രീതിയിലൊക്കെ ഒരു പെരുമാറ്റമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നതായിരിക്കും. അതുകൊണ്ട് മനസ്സ് പാകപ്പെടുത്തി വെക്കേണ്ട ഒരു സമയമാണ്. ബന്ധുമിത്രാദികളുടെയൊക്കെ വാക്കുകൾ കേട്ട് ചില കാര്യങ്ങളൊന്നും ചെയ്യാൻ നിൽക്കരുത്. അതൊക്കെ അബദ്ധത്തിലേക്ക് പോകുന്നതാണ്. മംഗളകാര്യങ്ങളിലും വിരുന്ന് സൽക്കാരങ്ങളിലും ഒക്കെ സജീവ സാന്നിധ്യം നിങ്ങൾക്കുണ്ടാവുന്നതാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് അതിന്റെ നേതൃസ്ഥാനവും ഏറ്റെടുക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ വന്നേക്കാം. അതെല്ലാം ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് നിങ്ങളെ വഴിവെക്കുന്നത്. അത് നിങ്ങളുടെ കയ്യിലാണ് ഈ നവംബർ മാസത്തെ നിങ്ങളുടെ ഭാവി എന്ന് പറയാം. നിങ്ങൾ ചിലപ്പോൾ മുഖം നോക്കാതെ നടപടി എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക അവിടെ ഭദ്രമായിരിക്കും. ഇല്ല എങ്കിൽ സാമ്പത്തികം കുറച്ച് പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സത്കീർത്തിയും സജ്ജനപ്രീതിയും ഒക്കെ ഉണ്ടാവുന്ന ഒരു മാസം കൂടിയാണ് നവംബർ മാസം. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ കാര്യങ്ങളൊക്കെ ഒഴിഞ്ഞു പോകുന്ന ഒരു കാര്യമാണ്. അതായത് ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ വളരെ ആലോചിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു മാസമാണ് നവംബർ മാസം എന്ന് പറയുന്നത്. വ്യക്തി വികസനത്തിനൊക്കെ നിങ്ങൾ സ്വയം തയ്യാറാകേണ്ടതുണ്ട്. ഇത് ഏതൊരു വിപരീത പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ ഉപകരിക്കുന്നുണ്ട്. വ്യാപാരത്തിലൊക്കെ ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി ഉണ്ടാകുന്നുണ്ട്. കൂടുതൽ പണം മുടക്കിയുള്ള വ്യാപാരമൊക്കെ ചെയ്യാനുള്ള തീരുമാനമൊക്കെ നിങ്ങൾ എടുക്കുന്നുണ്ട്. അതൊക്കെ നല്ലതാണ്. നമ്മളിപ്പോൾ ഈ മാസത്തിൽ നിങ്ങളുടെ കയ്യിലാണ് നിങ്ങളുടെ ഭാവി എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടെന്നാൽ നമ്മൾക്ക് വേണമെങ്കിൽ പറഞ്ഞു പോകാം നിങ്ങൾക്ക് ഇങ്ങനെ ചില കുഴപ്പങ്ങൾ വരുന്നുണ്ടെന്ന്. പക്ഷേ അതൊക്കെ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ മാറാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. താൻ പാതി ദൈവം പാതി എന്ന തത്വത്തിൽ നിങ്ങൾ വിശ്വസിക്കുക. അപ്പോൾ നമ്മളാൽ കഴിയുന്ന ചില മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടത് നമ്മളുടെ ചുമതലയാണ്. അപ്പോൾ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക. സർവ്വശക്തിയും തരാനായിട്ട് പ്രാർത്ഥിക്കുക. ഡിസംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ ആയില്യം നക്ഷത്രക്കാരുടെ ഫലം എടുക്കുകയാണെങ്കിൽ ഗ്രഹനിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ദ്രുതഗതിയിലാക്കാനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യുന്നതാണ്. പുതിയ ഭരണ സംവിധാനമൊക്കെ ഏറ്റെടുക്കേണ്ട സാഹചര്യമൊക്കെ നിങ്ങൾക്കുണ്ടാകുന്നതാണ്. ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റമൊക്കെ ലഭിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും തൃപ്തകരമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. ജന്മസിദ്ധമായിട്ടുള്ള കഴിവ് പ്രകടിപ്പിക്കാനുള്ള അവസരമൊക്കെ ലഭിക്കുന്നതാണ്. നിങ്ങളുടെ ഒരുപാട് കാലമായിട്ട് വിൽക്കാതെ കിടന്ന ഭൂമിയൊക്കെ വിൽപ്പനയ്ക്ക് ഉള്ള അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ വന്നു ചേരുന്നതാണ്. സങ്കീർണമായ വിഷയങ്ങളെ അഭിമുഖീകരിക്കാനുള്ള കഴിവും പ്രാപ്തിയും സന്നദ്ധതയും ഒക്കെ വരുന്നതാണ്. അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ വഴിയൊരുക്കുന്നതാണ്. ഈ ഡിസംബർ മാസം വളരെ അനുകൂലമായിട്ടുള്ള ഒരു മാസമാണ് ആയില്യം നക്ഷത്രക്കാർക്ക്. ഡിസംബർ 1, 7, 9, 12, 13, 20, 22 തീയതികൾ വളരെ ശുഭകരമാണ്. ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നന്നായിരിക്കും. ജനുവരി മാസത്തിലേക്ക് എത്തുമ്പോൾ ആയില്യം നക്ഷത്രക്കാർക്ക് പല കാര്യങ്ങൾക്കും പ്രാരംഭത്തില് തടസ്സങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും നിങ്ങളുടെ കൃത്യതയാർന്ന പ്രവർത്തനങ്ങൾ കൊണ്ടും ചില ആളുകളുടെ അനുഭവജ്ഞാനമുള്ള അറിവുകൾ നേടുന്നതിലൂടെയും അതനുസരിച്ച് പ്രവർത്തിക്കുന്നതിലൂടെയും അതെല്ലാം മാറിപ്പോകുന്നതാണ്. കൂടാതെ അത്യഭൂതപൂർവമായിട്ടുള്ള വളർച്ചയും ജനുവരി പകുതിയോടെ അനുഭവപ്പെടുന്നുണ്ട്. അതായത് നിങ്ങളൊരു ബിസിനസ്സോ തൊഴിലോ ഒക്കെ ചെയ്യുന്നതാണെങ്കിൽ അതിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ നിങ്ങളൊരു വിദഗ്ധ ഉപദേശം തേടുക എന്നുള്ളതാണ്. കൂടാതെ ജനുവരിയിൽ ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ജോലി ലഭിക്കുവാനുള്ള സാധ്യത വളരെയേറെയാണ്. വിദേശ ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ജോലി ലഭിക്കുവാൻ വളരെ സാധ്യതയേറെയാണ്. വിദേശത്ത് ജോലിയുള്ളവർക്ക് സാമ്പത്തികമായിട്ടുള്ള മുന്നേറ്റമൊക്കെ ഉണ്ടാകുന്നുണ്ട്. പ്രൊമോഷനൊക്കെ ലഭിക്കുന്നുണ്ട്. ആയില്യം നക്ഷത്രക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ജോലി സംബന്ധമായിട്ട് ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു മാസമാണ് ജനുവരി മാസം. അർത്ഥവ്യാപ്തിയോടുകൂടി തന്നെ നിങ്ങൾ കാര്യങ്ങളെ സമീപിക്കുന്നതാണ്. എല്ലാ മൂല്യങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ്. ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങളെ സമൂഹം അംഗീകരിക്കുന്ന ഒരു സമയം കൂടിയാണ്. നിങ്ങളുടെ പ്രവർത്തനങ്ങളെ ജനങ്ങളും കുടുംബ സുഹൃത്തുക്കളും എല്ലാം അംഗീകരിക്കുന്ന ഒരു സമയമാണ്. വളരെ നല്ലൊരു മാസം തന്നെയാണ് ജനുവരി മാസം. നിങ്ങളുടെ വ്യത്യസ്തതയാർന്ന പ്രവർത്തനങ്ങളിലൊക്കെ ചില ആളുകൾക്കൊക്കെ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം മാറിക്കിട്ടുന്നതാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചും അതുപോലെ തന്നെയാണ്. ഉദ്ദേശിച്ച കാര്യങ്ങളിലൊക്കെ വിദേശ പഠനമൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അത് നടക്കുന്നതാണ്. എല്ലാം കൊണ്ടും അനുയോജ്യമായിട്ടുള്ള ഒരു മാസം എന്ന് തന്നെ പറയാം. ജനുവരിയുടെ ആദ്യകാലത്തിൽ നിങ്ങളൊന്ന് പകച്ചു പോകുമെങ്കിലും പിന്നീടുള്ള കാര്യങ്ങളെല്ലാം വളരെ ശുഭകരമായിരിക്കും. ശ്രീധർമ്മ ശാസ്താവിനെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. ജനുവരി 14, 18, 21, 26, 27, 28 തീയതികൾ വളരെ ശുഭകരമാണ്. ഈ തീയതികളിൽ നിങ്ങൾ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഫെബ്രുവരി മാസത്തിലേക്ക് എത്തുമ്പോൾ അവസരോചിതമായിട്ട് ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനുമുള്ള അവസരങ്ങൾ എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്.
സാമ്പത്തിക മേഖലയിലൊക്കെ നിങ്ങൾ ചെറിയ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരുന്നത് മൂലം കൂടുതൽ പണം നിങ്ങളിലേക്ക് എത്തുന്നതാണ്. നിങ്ങൾ ഈ മാസം ഫെബ്രുവരി മാസം ആർക്കും കടം കൊടുക്കാതിരിക്കാൻ മാത്രം ശ്രദ്ധിക്കുക. അങ്ങനെ കടം കൊടുക്കുകയാണെങ്കിൽ തന്നെ ഉചിതമായ രേഖകളൊക്കെ വാങ്ങിച്ചതിന് ശേഷം കടം കൊടുക്കുക. നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ കൃത്യമായ അർത്ഥമൂല്യത്തോടുകൂടി ഗ്രഹിക്കുകയും അവലംബിക്കുകയും അനുവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഏതൊരു വിപരീത സാഹചര്യത്തെയും അനുകൂലമാക്കാനുള്ള ഒരു കഴിവ് നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ്. ഫെബ്രുവരി മാസവും ഒരു സമ്മിശ്ര ഫലമായിട്ടാണ് പോകുന്നത്. ആയില്യം നക്ഷത്രക്കാരുടെ ഫെബ്രുവരി 1, 7, 12, 15, 17 തീയതികൾ വളരെ ശുഭകരമാണ്. ആയില്യം നക്ഷത്രക്കാരുടെ മാർച്ച് മാസ ഫലം എടുക്കുകയാണെങ്കിൽ നിങ്ങളെ ഒരുപാട് കാലമായിട്ട് അലട്ടിയിരുന്ന ചില അസുഖങ്ങളൊക്കെ നിങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നതാണ്. അത് വലിയൊരു ആശ്വാസമായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാണ്. വിദേശത്തുള്ളവര് ജോലിയിൽ നിന്നൊക്കെ രാജിവെക്കാനുള്ള ഒരു തീരുമാനം അതിൽ നിന്നൊക്കെ പിന്മാറുന്നതാണ്. അത് വളരെ നല്ലതാണ്. ആശ്രിത ജോലിയൊക്കെ നിങ്ങൾ വേണ്ട എന്ന് വെക്കാനുള്ള സാധ്യതയുണ്ട്. അതൊന്നും വേണ്ടാന്ന് വെക്കരുത്. സർക്കാർ ജോലിയൊക്കെയാണ്, അത് വേണ്ടാന്നൊരിക്കലും വെക്കരുത്. അങ്ങനെയുള്ള ഒരു മണ്ടൻ തീരുമാനങ്ങളൊന്നും എടുക്കരുത്. ആശ്രിത ജോലിയൊക്കെ നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. നിസാര കാര്യങ്ങൾക്ക് പോലും അഹോരാത്രം പ്രയത്നിക്കേണ്ട ഒരു അവസ്ഥയാണ്. ബന്ധുമിത്രാദികളും നമ്മളുടെ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സമയമാണ്. ബന്ധുമിത്രാദികളുടെ സഹകരണം കൊണ്ട് നിങ്ങളുടെ കൂടുതൽ മെച്ചപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ മാർച്ച് മാസം ഒരു സമ്മിശ്ര ഫലമാണ്. ജോലി സംബന്ധമായി വളരെ ശ്രദ്ധിക്കേണ്ട ഒരു മാസമാണ്. ഉള്ള ജോലിയൊന്നും രാജിവെച്ച് പോകരുത്. കിട്ടുന്ന ജോലിയും കളയാൻ പാടില്ല. അപ്പോൾ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഏപ്രിൽ മാസത്തിലേക്ക് എത്തുമ്പോൾ പുതിയ ഗ്രഹനിർമ്മാണത്തിനൊക്കെ തുടക്കം കുറിക്കുന്നതാണ്. സഹജമായിട്ടുള്ള കഴിവുകൾക്കൊക്കെ അംഗീകാരം ലഭിക്കുന്നതാണ്. സത്കീർത്തിയൊക്കെ ഉണ്ടാകുന്നതാണ്. വ്യാപാര വ്യവസായ മേഖലയിലൊക്കെ പുതിയ ആശയങ്ങൾ നടപ്പാക്കുകയും അത് വിജയത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നതാണ്. കാർഷിക മേഖലയിലൊക്കെ നല്ല വിജയം ഉണ്ടാവുന്നതാണ്. കർഷകർക്ക് വളരെ നല്ല ഒരു സമയമാണ്. പുതിയ പുതിയ ആശയങ്ങളൊക്കെ വികസിപ്പിച്ചെടുക്കുവാനുള്ള ഒരു സമയമാണ്. വിദ്യാർത്ഥികൾക്കും വളരെ നല്ലൊരു സമയം തന്നെയാണ്. ഏപ്രിൽ മാസം വളരെ അനുകൂലമായിട്ടാണ് പോകുന്നത്. ഏപ്രിൽ 1, 11, 17, 25 തീയതികൾ വളരെ ശുഭകരമാണ്. ശ്രീധർമ്മശാസ്താവിനെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നന്നായിരിക്കും. മെയ് മാസത്തിലേക്ക് എത്തുമ്പോൾ ആയില്യം നക്ഷത്രക്കാർക്ക് ഉദ്ദേശിച്ച വിഷയത്തിലൊക്കെ ഉപരിപഠനത്തിന് ചേരുവാനൊക്കെയുള്ള ഇടവരുന്നതാണ്. വിദേശത്ത് സ്ഥിരതാമസമാക്കാനുള്ള അപേക്ഷകൾക്കൊക്കെ അനുമതി ലഭിക്കുന്നതാണ്. നിശ്ചയിച്ചുറച്ച കാര്യങ്ങളിലൊക്കെ അനുകൂല വിജയം കൈവരുന്നതാണ്. പ്രവർത്തന മേഖലകളിലൊക്കെ നിങ്ങൾ വേണ്ടപ്പെട്ട മാറ്റമൊക്കെ വരുത്തുന്നതാണ്. നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമാകുകയും ആ കാഴ്ചപ്പാടുകളിലൂടെ നോക്കുമ്പോൾ കാര്യങ്ങൾക്ക് വിജയമുണ്ടാകുകയും ചെയ്യുന്നതാണ്. കുടുംബത്തിലെ സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാവുന്നതാണ്. മെയ് മാസം വളരെ അനുകൂലമായിട്ടാണ് പോകുന്നത്. പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക. ജൂൺ മാസത്തിലേക്ക് എത്തുമ്പോൾ വിദേശത്ത് താമസിക്കുന്ന ആളുകൾക്കൊക്കെ ചുമതലകൾ വർദ്ധിക്കുന്നതാണ്. കൂടാതെ ജോലിക്കൊപ്പം ബിസിനസ്സും ഇവിടെ ചെയ്യുന്നതാണ്. നിങ്ങൾ ജോലി ഉപേക്ഷിച്ച് ബിസിനസ്സിലേക്ക് കൂടുതൽ സമയം ചെലവഴിക്കാനുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ട്. അത് ചിന്തിച്ച് വേണം ചെയ്യുവാൻ. നിങ്ങളുടെ ബിസിനസ്സിലെ അടിത്തറ ഉറപ്പിച്ചതിന് ശേഷം മാത്രം ജോലി രാജിവെക്കുന്നതായിരിക്കും ഉചിതമെന്നാണ് പറയുന്നത്. മറ്റ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. നിങ്ങളുടെ ഭാവി നിങ്ങളുടെ തന്നെയാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ മാത്രം മതിയാകുന്നതാണ്. ശത്രുശല്യമോ അങ്ങനെയുള്ള ദോഷങ്ങളോ ഒന്നും ഉണ്ടാവുന്നില്ല. എല്ലാം അനുകൂലമായിട്ടാണ് വരുന്നത്. ജൂലൈ മാസത്തിലേക്ക് എത്തുമ്പോൾ നിശ്ചയിച്ചുറച്ച കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിവെക്കേണ്ടതൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ചില വിപരീത സാഹചര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പ്രണയബന്ധം യാഥാർത്ഥ്യമാക്കാൻ സാധിക്കാത്തതിൽ നിരാശയൊക്കെ ഉണ്ടാവുന്നതാണ്. എന്നാലും എല്ലാ കാര്യങ്ങൾക്കും ഒരു തടസ്സം ഉണ്ടാകുന്ന ഒരു മാസമാണ് ജൂലൈ മാസം. ചെറിയൊരു ശത്രുദോഷമൊക്കെ കാണുന്നുണ്ട്. നിങ്ങൾ ജൂലൈ മാസം നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊന്നും എടുക്കാൻ പാടില്ല. നിങ്ങൾ ഇപ്പോൾ എങ്ങനെയാണോ പോകുന്നത്, അതായത് ജൂൺ മാസം എങ്ങനെയാണോ പോകുന്നത്, അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ ജൂലൈ മാസവും ശ്രദ്ധിക്കുക. മറ്റ് പ്രധാനപ്പെട്ട തീരുമാനങ്ങളോ അവിടെ നിന്നുള്ള ഒരു എന്തെങ്കിലും മാറ്റി ചിന്തിക്കുവാനോ ഒന്നും പാടില്ല. പ്രണയമൊക്കെ ഉണ്ടെങ്കിലും അത് ഒന്ന് വിവാഹത്തിലേക്ക് എത്തിക്കുന്ന ഒരു ശ്രമം ഈ മാസം നടത്താതെ മറ്റൊരു നല്ല സമയം നോക്കി നടത്തുന്നതായിരിക്കും നല്ലത്. ഓഗസ്റ്റ് മാസത്തിലേക്ക് എത്തുമ്പോൾ കുടുംബജീവിതത്തിലൊക്കെ സ്വസ്ഥതയൊക്കെ ഉണ്ടാവുന്ന ഒരു സമയമാണ്. പ്രവൃത്തി മേഖലയിൽ സജീവമാകുന്നതിൽ നിങ്ങളുടെ പുരോഗതിയൊക്കെ അതിൽ അനുഭവപ്പെടുന്നതാണ്. ജൂലൈ മാസത്തിൽ ഒരു മന്ദത ഉണ്ടായിരുന്നെങ്കിലും അതെല്ലാം മനസ്സിലാക്കി നിങ്ങൾ ഓഗസ്റ്റ് മാസത്തിൽ പ്രവർത്തിക്കുന്നതാണ്. സുഹൃത്തുക്കളുമായിട്ട് ചേർന്നൊക്കെ ചില ബിസിനസ്സുകളൊക്കെ ആരംഭിക്കും. അതൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഈ കൊല്ലവർഷം 1201, അതായത് 2025 സെപ്റ്റംബർ മുതൽ 2026 ഓഗസ്റ്റ് വരെയുള്ള ഫലങ്ങൾ നമ്മൾ ആയില്യം നക്ഷത്രക്കാരെ നോക്കുകയാണെങ്കിൽ കൂടുതലും ഗുണഫലങ്ങളാണ്.
പക്ഷേ ഇതിൽ ഒരു കാര്യം, നിങ്ങളാണ് നിങ്ങളെ തീരുമാനിക്കുന്നത്. ഈ ഒരു വർഷം എന്ന് പറയുന്നത് നിങ്ങളുടെ തീരുമാനങ്ങൾ വളരെ കൃത്യമായി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവസരങ്ങളെല്ലാം ദൈവം കൊണ്ടുവന്ന് തരുന്നുണ്ട്, അല്ലെങ്കിൽ ഈ പ്രകൃതി സർവേശ്വരൻ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. അതിൽ നിന്ന് കൃത്യമായത് നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അടുത്ത ഒരു തിരുവോണം വരുമ്പോഴേക്കും നിങ്ങളുടെ ഉന്നതിയായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാകുന്നത്. ഇപ്പോഴുള്ള സ്ഥിതികളെല്ലാം മാറി വളരെ ഉന്നതിയിലായിരിക്കും നിങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. നമ്മളുടെ എല്ലാ പ്രാർത്ഥനയും നിങ്ങളോടൊപ്പം ഉണ്ടാവും. കൂടാതെ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കണം, നമ്മളുടെ പൂജയിൽ ഉൾപ്പെടുത്തണമെങ്കിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും നമ്മളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.